മൂവുലകിനും അധിപനായ, മൂവുലകും മുഴങ്കാലുകൾ മടക്കുവാൻ യോഗ്യനുമായ നമ്മുടെ കർത്താവിൻ്റെ നാമം ഈ രാത്രിയിലും മഹത്വപ്പെടട്ടെ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന നസ്രായനായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കുന്നു. പിന്നെയും ഒരുമിച്ച് കൂടുന്നത് നമുക്ക് വളരെ സന്തോഷകരമാണ്. ആത്മീയ വർധനവിനും വിശ്വാസത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഇത് കാരണമായി തീരട്ടെ എന്നും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പിന്നെയും ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ നമ്മൾ കാണിക്കുന്ന മനസ്സിനായും ദൈവം നമുക്ക് തരുന്ന സാവകാശങ്ങൾക്കായും കർത്താവിന് സ്തോത്രം. നിങ്ങളേവർക്കും നന്ദിയും അഭിനന്ദനങ്ങളും. നമ്മൾ പ്രാർത്ഥിച്ച് വരുന്ന പല വിഷയങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. ദൈവം അതിന്മേലൊക്കെയും പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമുക്ക് ദൈവവചന പഠനത്തോടു കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. അതിൽ സന്തോഷിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ പഠിച്ചു വരുന്നത് യോഹന്നാൻ അപ്പോസ്തലന് യേശുക്രിസ്തു തൻ്റെ ദൂതൻ മുഖാന്തരം വെളിപ്പെടുത്തി കൊടുത്ത യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെ കുറിച്ചാണല്ലോ. അതിൽ 11-ാമത്തെ അധ്യായത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായി നാം അതിനെ കണ്ടു. അതിൻ്റെ ആദ്യത്തെ ഭാഗം 13 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ 2 സാക്ഷികളെയും അവരുടെ ശുശ്രൂഷകളെയും ഒക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ 2 സാക്ഷികൾ ആര് എന്നതിനെ ചിലരൊക്കെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു. അതിലൊരാൾ ഏലിയാവാണെന്ന് ഏകദേശം നമുക്ക് തറപ്പിച്ച് പറയുവാനായിട്ട് കഴിഞ്ഞേക്കാം. 2-ാമത്തെ ആളിനെ അത്ര കണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ പറയുവാൻ പ്രയാസം തോന്നുമെങ്കിൽ കൂടെ അതിന് കാരണം മലാഖി പ്രവചനമാണ്. മലാഖി തൻ്റെ അവസാനത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വലുതും ഭയങ്കരവുമായ നാളിന് മുമ്പ് അല്ലെങ്കിൽ അന്ത്യകാലത്തിന് മുമ്പ് ദൈവം തൻ്റെ പ്രവാചകനായ ഏലിയാവിനെ അയക്കുമെന്ന്. അതിന് 2 അർത്ഥങ്ങൾ നമ്മളിതിനു മുമ്പും ഒരിക്കൽ ചിന്തിച്ചിരുന്നു. ഒരു താൽക്കാലികമായ അർത്ഥവും ഒന്ന് ഭാവിപരമായുള്ളതും. ഭാഗികമായ നിറവേറലും പൂർണ്ണമായ നിറവേറലും. പ്രത്യേകിച്ച് അതിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലാണ് മലാഖി 4-ാമത്തെ അധ്യായം. ആ അധ്യായം തന്നെ ഒരു കൊച്ചധ്യായമാണ്. അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. മലഖായി ചാപ്റ്റർ 4 വേഴ്സസ് 5 and 6. ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ടും ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അമ്മയപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അമ്മയപ്പന്മാരോടും നിരപ്പിക്കും. അവിടെ പറയുന്നത് യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഏലിയ പ്രവാചകനെ അയക്കും എന്നാണ്. അതിന് 2 നിവൃത്തികൾ എന്നുള്ളത് പറഞ്ഞല്ലോ. മിക്കവാറുമൊക്കെ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾക്ക് ഇതുപോലെയുള്ള ദ്വിമുഖിയായ 2 മുഖങ്ങളുള്ള പൂർത്തീകരണങ്ങളെ കാണുവാൻ സാധിക്കും. ഒന്ന്
താൽക്കാലികമായ ഒരു നിറവേറൽ, ഭാഗികമായ എ ടെമ്പററി ഓർ എ പാർഷ്യൽ ഫുൾഫിൽമെന്റ്. മറ്റൊന്ന് എ ഫൈനൽ ലിറ്ററൽ ഫ്യൂച്ചറിസ്റ്റിക് ഫുൾഫിൽമെന്റ്. ഭാവിയിൽ നടക്കാനിരിക്കുന്ന അക്ഷരീകമായ ഒരു നിറവേറൽ, പൂർണ്ണമായ നിറവേറൽ. അതിൽ ഭാഗികമായ നിറവേറൽ എന്ന് പറയുന്നതായിരുന്നു യോഹന്നാൻ സ്നാപകൻ വന്നത്. John the Baptist was a person with the spirit of Elijah. ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്ന, ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ദൈവം അയച്ച ഒരു പുരുഷനായിരുന്നു സ്നാപക യോഹന്നാൻ. അത് യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 11:13-14 വാക്യങ്ങളിലും, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും Christ himself has declared that John the Baptist was the person with the spirit of Elijah. That is found in Matthew chapter 11:13 and 14. Also Mark chapter 9:13. Chapter 9 verses 9-13. ഈ ഭാഗങ്ങളിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, യോഹന്നാൻ സ്നാപകനാണ് ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്നത് എന്ന്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലും അത് നമുക്ക് കാണാം, വസ്ത്രധാരണത്തിൽ നമുക്ക് കാണാം, ജീവിത ശൈലിയിൽ നമുക്ക് കാണാം. സ്തോത്രം. എന്നാൽ ആ ശുശ്രൂഷ അക്ഷരികമായി ഇതുവരെ നിറവേറിയിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ, യഹോവയുടെ ഭയങ്കരവും വലുതും ആയ നാൾ വരുന്നതിന് മുമ്പേ ഏലിയാവിനെ അയക്കും എന്നുള്ള പ്രവചന നിവൃത്തി ഒരു പക്ഷേ ഈ വെളിപ്പാട് 11-ാമത്തെ അധ്യായത്തിലെ 2 സാക്ഷികളുടെ ശുശ്രൂഷ കാലത്ത് നിറവേറിയേക്കാം. അതുകൊണ്ടാണ് അതിൽ ഒരാൾ ഏലിയാവാണ് എന്നതിൽ അധികം സംശയം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞത്. എന്നാൽ രണ്ടാമനെ കുറിച്ച് അങ്ങനെയുള്ള സൂചനകൾ ഇങ്ങനെ പറയത്തക്കതുപോലെ ഇല്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. സ്തോത്രം. 2 സാക്ഷികളുടെ ശുശ്രൂഷ, അവരുടെ ദൗത്യം, അവരോടുള്ള അവരുടെ ശുശ്രൂഷയുടെ അവസാനം, എതിർ ക്രിസ്തു അവരെ കൊല്ലുന്നത്, അവരുടെ ശവം മറവ് ചെയ്യാതെ 3.5 ദിവസം അവരോടുള്ള പ്രതികാരമെന്നവണ്ണം ഇട്ടേക്കുന്നത്, ഇതൊക്കെ നാം കണ്ടു. ഇപ്പം ഒരാളിൻ്റെ ശവം അടക്കുവാൻ, കുഴിച്ചിടുവാൻ, മറവ് ചെയ്യുവാൻ അനുവദിക്കാതെ തുറസായിട്ടിട്ടിരിക്കുന്നത് ഒരു അപമാനത്തിൻ്റെ അടയാളമായിട്ടാണ് സമൂഹങ്ങൾ കാണുന്നത്. അപ്പോൾ അതെല്ലാം ഇവിടെ ഈ 2 പേരോട് ചെയ്യുന്നതായി കാണുന്നു. എന്നാൽ അവർ ഉയർത്തെഴുന്നേൽക്കുന്നതും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നതും നാം കാണുന്നു. അവരുടെ ശത്രുക്കൾക്ക് മറ്റൊന്നും അവരോട് ചെയ്യുവാൻ കഴിയാതെ, എതിർ ക്രിസ്തു അവരെ കൊല്ലുന്നുവെങ്കിലും അൾട്ടിമേറ്റ് വിക്ടറി, ആത്യന്തികമായ വിജയം ദൈവത്തിന് തന്നെ ലഭിക്കുന്നതായി നാം അവിടെ കാണും. അതിനൊരു പര്യവസാനം ഉണ്ടാകുന്നത് ഒരു മഹാഭൂകമ്പത്തോടു കൂടിയാണ്. ആ വിധ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഭാഗങ്ങളിൽ നിന്ന് കണ്ടു. മറ്റെന്തെങ്കിലും 13 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരണം വേണ്ടതുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം, 7-ാമത്തെ തലത്തിലേക്ക്. ഒന്ന് കൺഫേം ചെയ്യാനാണ്, ഈ കൺഫേം അല്ല, എനിക്ക് ഈ മറുരൂപമലയിൽ വെച്ച് കർത്താവ് പറയുന്നുണ്ടല്ലോ, ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം യോഹന്നാൻ വന്നപ്പോൾ അപ്പന്മാരെ ഒരു നിരപ്പിക്കലിന്റെ ശുശ്രൂഷയും പറയുന്നുണ്ടല്ലോ. അപ്പൊ അത്
ഫുൾഫിൽ ആയോ? അതെങ്ങനെയാ? അതോ അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് അല്ലേ പറഞ്ഞത്? പറയുന്നുണ്ട്. അതെ പറയുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് അപ്പൊ മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക. അപ്പൊ ഏലിയാവ് വന്നു കഴിഞ്ഞു. അത് പാർഷ്യൽ കംപ്ലീഷൻ ആണോ മിനിസ്ട്രിയുടെ? അപ്പം അതെ, ഉം. കാരണം ദൈവത്തിന്റെ ഈ വാക്യം, ഈ 5-ാമത്തെ വാക്യം, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ, മുമ്പ്. അതെ. ആ നാൾ ഇതുവരെ വന്നണഞ്ഞിട്ടില്ല. അത് ഒരു ദിവസം അല്ല, ഒരു കാലഘട്ടമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. യഹോവയുടെ നാൾ എന്ന് പറയുന്നത് 24 മണിക്കൂറിന്റെ ഒരു ദിവസമല്ല, ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം, ഒരു കാലഘട്ടമാണ്. അതെ. ആ കാലഘട്ടം ഇതുവരെ വന്നിട്ടില്ല. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ എന്ന് പറയുന്ന ആ ഡ്യൂറേഷൻ ഓഫ് ടൈം, ആ കാലഘട്ടം വരാനിരിക്കുന്നതേ ഉള്ളൂ. സഭയുടെ എടുക്കപ്പെടലിന് ശേഷം ആണത് സംഭവിപ്പാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് വീണ്ടും അക്ഷരീയമായ പൂർത്തീകരണത്തിന് വേണ്ടി അത് സംഭവിക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. പഴയ നിയമത്തിലെ മിക്കവാറും ഈ എസ്കറ്റോളജിയുമായി, അന്ത്യകാല വിജ്ഞാനീയവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾക്ക് ഇതുപോലെ തന്നെയുള്ള 2 മുഖങ്ങളിലെ നിവർത്തീകരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇവിടെയും. യോഹന്നാൻ സ്നാപകനിൽ അത് ഉണ്ടായി. വരുവാനുള്ള ഏലിയാവ് യോഹന്നാൻ ആയിരുന്നു എന്ന് യേശു കർത്താവ് സാക്ഷിച്ചതുകൊണ്ട് നമുക്കത് സ്ഥിരീകരിക്കാം. എന്നാൽ അതിൻ്റെ അക്ഷരീയമായ ഒരു പൂർത്തീകരണം ഇനിയും സംഭവിക്കാം എന്നതുകൊണ്ട് ഏലിയാവ് അയക്കപ്പെടുവാൻ ഇടയുണ്ട് എന്ന വാദത്തെ നമുക്ക് കുറെ കൂടെ വചനത്തോട് ചേർത്ത് നിർത്തുവാൻ കഴിയും. അതാകണമെന്ന് വീണ്ടും ഈ 2 സാക്ഷികളിൽ ഒരാൾ ആ ഏലിയാവ് ആകണമെന്ന് വീണ്ടും നിർബന്ധമുള്ളതായി നമുക്ക് പിടിക്കണ്ട. സ്തോത്രം. അത് അപ്രസക്തമായ കാര്യമാണ്. എന്നാൽ ഈ ഒരു പ്രവചനം നിവർത്തിക്കപ്പെടണം എന്നത് അറിയിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ 13-ാം വാക്യത്തിലെ നഗരത്തിന്റെ 10 ഇടിഞ്ഞു വീണെന്ന് പറയുമ്പോൾ അത് യെരൂശലേം നഗരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആ വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാമല്ലോ. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി, നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു, ഭൂകമ്പത്തിൽ 7000 പേര് മരിച്ചുപോയി, ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അതെ, അവിടെ നഗരം എന്ന് ഉദ്ദേശിക്കുന്നത് യെരൂശലേം തന്നെയാണ്. കാരണം ആ നഗരത്തെക്കുറിച്ചാണല്ലോ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വന്നത്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായിട്ട് സൊദോമെന്നും മിസ്രൈമെന്നും പേരുള്ളതുമായ മഹാനഗരം. അതുകൊണ്ട് ഇവിടെ പറയുന്ന ആ നഗരം യെരൂശലേമിന്റെ തന്നെ. ശരി, എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. 14-ാം വാക്യത്തിന് വിശദീകരണം വേണ്ടല്ലോ. 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട 3 കഷ്ടങ്ങളെക്കുറിച്ച് കണ്ടതിൽ 2 കഷ്ടങ്ങൾ കഴിഞ്ഞു എന്നാണ് 14-ാമത്തെ വാക്യം നമ്മോട് പറയുന്നത്. 3-ാമത്തെ കഷ്ടം അല്ലെങ്കിൽ അവസാനത്തെ കഷ്ടം ഇവിടെ തുടങ്ങാൻ പോകുന്നു.
എന്നുള്ള സൂചനയുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ കഷ്ടമാണ്, അല്ലെങ്കിൽ ഒടുവിലത്തെ കഷ്ടമാണ് നാം ഇനിയും 11-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം മുതൽ ഏതാണ്ട് 18-ാം അധ്യായം, അല്ലെങ്കിൽ നമുക്ക് 20-ാം അധ്യായം എന്ന് തന്നെ പറയാം, 20-ാം അധ്യായം വരെയും കാണുവാൻ പോകുന്നത്. മൂന്നാമത്തെ കഷ്ടം, അവസാനത്തെ കഷ്ടം. ആ അവസാനത്തെ കഷ്ടത്തിൽ രണ്ട് പ്രധാന സംഭവങ്ങൾ. ഒന്ന്, 7-ാമത്തെ കാഹളം, അതിനോടനുബന്ധമായ 7 കലശ ന്യായവിധികളും. The third woe is now commencing from chapter 11 verses 15, and it goes up to, we can say, chapter 20. At least in a sequence it goes up to 18, but it doesn't complete over there. And in this third woe, there are two major occurrences. One is the 7th trumpet blown, and consequently the second thing is the 7 bowl judgments. ഈ രണ്ട് കാര്യങ്ങളാണ് മൂന്നാമത്തെ കഷ്ടത്തിൽ സംഭവിപ്പാനുള്ളത്. ഒന്നാമത്തേത് 7-ാമത്തെ കാഹളം ഊതുന്നു. അനുബന്ധമായി 7 കലശ ന്യായവിധികൾ സംഭവിക്കുന്നു. അതാണ് നാം ഇനി കാണുവാനായിട്ട് പോകുന്നത്. അതിൽ നമുക്ക് ആദ്യം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 15 to 18 പ്ലീസ്. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിക്കുവാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കുവാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുമുള്ള കാലം വന്നു. സ്തോത്രം. ഇവിടെ 7-ാമത്തെ കാഹളമുള്ള ദൂതൻ തന്റെ കാഹളം ഊതുന്നു. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ദൂതന്മാരുടെ കാഹളമൂത്ത് വേറെ, ദൈവത്തിന്റെ കാഹളം വേറെ. നമ്മൾ നേരത്തെ അത് വ്യത്യസ്തമായിട്ട് പഠിച്ചിരുന്നല്ലോ. എന്നാൽ കാഹളം എന്ന് കാണുന്നതെല്ലാം ഒന്ന് തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ച് വിശ്വപ്രസിദ്ധ പ്രസംഗകരും പ്രസംഗിച്ച് നമ്മുടെ മനസ്സിലേക്ക് അതിങ്ങനെ ആവാഹിച്ച് ഇരിക്കുന്നത് കൊണ്ട് നമ്മളും തെറ്റിപ്പോകാൻ ഇടയുണ്ട്. ദൈവസഭയുടെ ഉൽപ്രാപണം നടക്കുന്നത് ദൂതന്മാരുടെ കാഹളമൂത്തിലല്ല, ദൈവത്തിന്റെ കാഹളമാണ് അവിടെ മുഴങ്ങുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതുകൊണ്ട് ആവേശോജ്വലമായി കൺവെൻഷനുകളിൽ പ്രസംഗിക്കുമ്പോൾ ദൂതന്മാർ കാഹളം ചുണ്ടോടടുപ്പിച്ചു വച്ചിരിക്കുന്നു, ദൈവം റെഡി 1 2 3 ബ്ലോ എന്ന് പറയാൻ കാത്തിരിക്കുകയാണ്
അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നൊക്കെ കേൾക്കുമ്പോൾ കേൾവിക്കാർക്ക് ഒരു പ്രത്യേക ആവേശമൊക്കെ ഉണ്ടാകാം. മൈക്കിൻ്റെ ക്രമീകരണങ്ങളും ഇപ്പോഴൊക്കെ മിക്കവാറും പ്രസംഗം പോലും കേൾക്കാൻ ഒക്കാത്തതുപോലെ മ്യൂസിക് വായിക്കാറുണ്ട് പ്രസംഗിക്കുമ്പോൾ. ചിലരൊക്കെ അത് കേട്ടെങ്കിലേ പ്രസംഗവും വരുത്തുള്ളൂ. അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ കൂടെ വെച്ച് ഇങ്ങനെ ആകുമ്പം അറിയാതെ ഒരു വൈകാരികത കേൾവിക്കാരിൽ ഉണ്ടാകാം. എന്നാൽ അങ്ങനെയുള്ള വൈകാരികതകളിൽ നമ്മൾ വശീകരിക്കപ്പെടരുത്. സന്ദർഭോചിതമല്ലെങ്കിലും ഈ വിഷയത്തോടനുബന്ധിച്ച് ഞാൻ പറയട്ടെ, സദയം ക്ഷമിക്കണം. മരിച്ചുപോയ വിശുദ്ധന്മാരാരുമല്ല ഈ കാഹളമൂതുന്നതും. മരിച്ചുപോയ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. ബിന്ദു സിസ്റ്ററിനെ കേൾക്കുന്നില്ലേ? ഓക്കെ. ദൈവത്തിൻ്റെ ഈ പദ്ധതികളിൽ മനുഷ്യർക്കൊരു പങ്കാളിത്തവും ഇല്ല കേട്ടോ. ഇവിടെ എല്ലാം ചെയ്യുന്നത് ദൂതന്മാരാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാളിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം മകൻ പറഞ്ഞു. എഴുതിയത് ഞാൻ വായിച്ചതാ മാസികയ്ക്കകത്ത്, പറഞ്ഞും ഞാൻ കേട്ടു പ്രസംഗിച്ചപ്പോൾ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പിതാവ് മരിച്ചതിൽ മകന് ദുഃഖം തോന്നുക സ്വാഭാവികമാണ്. എന്റെയും അപ്പനും അമ്മയും മരിച്ചതാ. ഇപ്പോഴും ഞാൻ ഓർത്തു പോകാറുണ്ട്, അപ്പനും അമ്മയും ഇന്ന് ജീവനോടുണ്ടായിരുന്നുവെങ്കിൽ എന്ന്. അത് മാതാപിതാക്കളോടുള്ള നമ്മുടെ ഓർമ്മയും നമ്മുടെ സ്നേഹവും ഒക്കെയാണ്. അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല, പറയുന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് പിതാവിൻ്റെ മരണത്തിൽ ദുഃഖിച്ച് ഇങ്ങനെ ഇരുന്ന് ദൈവത്തോടും ചോദിച്ചെന്ന്, എന്തിനാ കർത്താവേ എടുത്തത് എന്നൊക്കെ. ഒടുവിൽ ദൈവം വെളിപ്പെടുത്തിയെന്ന്, നിന്റെ അപ്പനെ ഞാനിങ്ങ് കൊണ്ടുവന്നത് എൻ്റെ ആലോചനക്കാരുടെ കൂട്ടത്തിൽ നിന്റെ അപ്പനെയും കൂടെ നിർത്താനാണെന്ന്. അപ്പം ദൈവത്തിൻ്റെ കൗൺസിലിലെ ഒരു അംഗമായിട്ടാണ് ഈ മരിച്ചുപോയ ആള് ചെന്നത്. അത് കണ്ടപ്പോഴേക്കും അദ്ദേഹം മരിച്ച ദുഃഖമൊക്കെ മാറിയെന്ന്. സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ വേറെ ആരും ഇല്ല, ത്രിയേക ദൈവം മാത്രമേ ഉള്ളൂ കേട്ടോ. സ്തോത്രം. മന്ത്രിയായിരുന്നവൻ ആര്? റോമാലേഖനത്തിലും പഴയ നിയമത്തിലും ഒക്കെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ദൈവത്തിന് മന്ത്രിയായിട്ടിരുന്നവൻ ആർ? ദൈവത്തിന് അങ്ങനെ ഒരു ആലോചനാ സഭയുടെ ആവശ്യമില്ല. ആലോചനാ സഭ എന്ന പ്രയോഗമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അർത്ഥം ദൈവത്തിന് എന്തെങ്കിലും കൗൺസിൽ കൊടുക്കാൻ, ആലോചന കൊടുക്കാൻ വേണ്ടി ഉള്ള മന്ത്രിസഭയും കമ്മിറ്റിയിലുമൊന്നുമല്ല. ദൈവത്തിൻ്റെ ആലോചന അറിയാൻ, ദൈവത്തിൻ്റെ ഹിതം അറിയാൻ നമ്മൾ ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നെങ്കിൽ എന്നാണ് പ്രവാചകൻ പറയുന്നത്. വ്യത്യാസം മനസ്സിലായോ? നമ്മൾ ദൈവത്തിന് ഉപദേശം കൊടുക്കാനല്ല, പകരം ദൈവത്തിൻ്റെ ഹിതം നമ്മൾ അറിയാൻ വേണ്ടി നാം ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിൽക്കണം. എന്ന് വെച്ചാൽ നാം ദൈവഹിതം അറിയണമെന്ന് മാത്രം. അതിന് നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ വേണമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതല്ലാതെ ദ കൗൺസിൽ ഓഫ് ഗാഡ്, ദ കൗൺസിൽ ഓഫ് ഗാഡ് ആൻഡ് ദ കൗൺസിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കമ്മിറ്റിയിൽ ദൈവം ചിലരെ നല്ല ബുദ്ധിമാന്മാരെ ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് അവരോടൊക്കെ അഭിപ്രായം ചോദിച്ച് ദൈവത്തിന് അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി അല്ല. സ്തോത്രം. അങ്ങനെ ദൈവത്തിന് ആലോചന കൊടുക്കുവാൻ പ്രാപ്തരായ ഒരു സൃഷ്ടിയുമില്ല, ദൂതന്മാർ ഉൾപ്പെടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒത്തിരി മ്യൂസിഷ്യൻസ് ഒക്കെ നമ്മുടെ ഇടയിൽ നിന്നും മരിച്ചിട്ടുണ്ട്.
പാട്ടുകാര്, വാദ്യോപകരണങ്ങളൊക്കെ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചിരുന്ന ധാരാളം നല്ല സംഗീതജ്ഞന്മാരൊക്കെ മരിച്ചിട്ടുണ്ട്. ഇവരെ ആരെയും ദൈവം ഈ ഗ്രൂപ്പിൽ ഒരു ഇൻസ്ട്രുമെന്റും വായിക്കാൻ വേണ്ടിയിട്ട് ആക്കത്തില്ല കേട്ടോ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അന്ത്യകാഹളം ഊതുന്നതിനും ഒന്നും, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഗീതോപകരണം വായിക്കാൻ മീട്ടാനൊന്നും മരിച്ചുപോയ മനുഷ്യരെ ആക്കുന്നില്ല. അതുകൊണ്ട് ആ നിലയിലൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ചും പരസ്യമായി ഇതിലധികം പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ 1-2 പേരോട് വ്യക്തിപരമായി ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി കാണും. വ്യക്തിപരമായിട്ട് ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ ഞാൻ ഇതിന് വിശദീകരണം തരികയും ചെയ്യാം. അപ്പോൾ ഇവിടെ ദൂതൻ, 7ാമത്തെ ദൂതൻ കാഹളം ഊതുന്നു. ഇത് ദൈവത്തിൻ്റെ കാഹളത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഉദ്ദേശം വേറെയാണ്. അത് ഊതപ്പെടുമ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാഹളം, കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, ദൈവസഭയെ ഇവിടെ നിന്നും എടുക്കുവാൻ വേണ്ടി മുഴങ്ങുന്ന ഈ ത്രിമാനമായ ശബ്ദങ്ങൾ, അതിൽ നിന്നും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടുകൂടെയാണ് ഈ 7 കാഹളങ്ങളുടെയും ധ്വനി എന്നതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം. സ്തോത്രം. ഇത്രയും വ്യക്തമായി കാണുമല്ലോ. അപ്പോൾ 7ാമത്തെ ദൂതൻ ഊതി. നമുക്ക് ഓർമ്മ കാണും, 7ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ, കൺഫ്യൂസ് ആകത്തില്ലല്ലോ, 7ാമത്തെ മുദ്ര, 7th seal ഓഫ് ദ 7 sealed ബുക്ക്, 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകത്തിന്റെ 7ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഓർമ്മയുണ്ടോ? എട്ടിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു, 8-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കണ്ടിരുന്നു, 7ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറത്തെ മൗനമുണ്ടായി. സ്വർഗത്തിൽ അരമണിക്കൂറത്തെ മൗനമുണ്ടായി. ഇവിടെ ഇപ്പോൾ ഇതാ 7ാമത്തെ കാഹളം ഊതുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വർഗത്തിൽ മഹാഘോഷമുണ്ടായി. സ്വർഗത്തിൽ മഹാഘോഷമുണ്ടായി. സ്തോത്രം. 7ാം കാഹളം ഊതിയപ്പോൾ സ്വർഗത്തിൽ വളരെ ഉച്ചത്തിൽ സന്തോഷത്തോടെ ഘോഷിക്കപ്പെട്ട ആനന്ദത്തിന്റെ ഒരവസ്ഥയാണ് നാം കാണുന്നത്. സ്തോത്രം. എന്താണ് ഘോഷിക്കപ്പെട്ടത്, എന്താണ് സന്തോഷത്തിന് കാരണമായതെന്നും നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. സ്തോത്രം. എന്തായിരുന്നു ഘോഷിക്കപ്പെട്ടത്? ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിലൊരു മഹാഘോഷമുണ്ടായി. സ്തോത്രം. എന്താണ് ഈ സന്തോഷത്തിന് കാരണം? ഈ മഹാഘോഷത്തിന്, ഈ സന്തോഷത്തിന്റെ, ഈ പാട്ടിന്, ഈ ഉദ്ഘോഷണത്തിന് കാരണം
The ruler has changed. Now it is the Lord. The divine rule is installed. Christ is enthroned. Theocracy is established. Human kingdoms removed. Gentile rule came to an end. ജാതീയ രാഷ്ട്രം അല്ലെങ്കിൽ ജാതികളുടെ കാലം അവസാനിക്കുന്നു. മാനുഷിക ഭരണകൂടങ്ങൾ മാറുന്നു. സാത്താന്യ വാഴ്ചയ്ക്ക് അവസാനമുണ്ടാവുന്നു. ദൈവീക ഭരണം ഭൂമിയിൽ ലോകത്തിൽ സ്ഥാപിക്കപ്പെടുന്നു. ക്രിസ്തു രാജത്വമേൽക്കുന്നു. സ്തോത്രം. നിത്യഭരണം, നിത്യ സർക്കാർ സ്ഥാപിതമാകും. അപ്പോൾ കാരണവും ഘോഷവും ഏതാണ്ട് ഒന്ന് തന്നെ. ഘോഷം നമുക്കറിയാം, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ അവസ്ഥയാണ്. ഒരു പാട്ടായോ ഗാനപ്രതിഗാനമായോ ഒക്കെയാണ് നാം അതിവിടെ കാണുന്നത്. സ്തോത്രം. അതിന്റെ കാരണം ആ പാട്ടിൽ നിന്നും വ്യത്യസ്തമല്ല. ആ പാട്ടിനകത്ത്, ആ ഘോഷത്തിനകത്ത് അതുണ്ട്. സ്തോത്രം. So the reason and the declaration, both are almost the same. രണ്ടും ഏതാണ്ട് ഒരേ സംഗതി തന്നെയാണ്. സ്തോത്രം. ഇവിടെയാണ് redemption is about to be consummated. Liberation of the entire creation is also to be instituted. വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണവും സ്വാതന്ത്ര്യത്തിന്റെ നിറവേറലും സകല സൃഷ്ടിക്കും ഉണ്ടാകേണ്ട, ലഭിക്കേണ്ട സ്വാതന്ത്ര്യത്തിന്റെ, ലിബറേഷന്റെ, വിമോചനത്തിന്റെ പൂർത്തീകരണവും ഇവിടെ സംഭവിക്കുകയാണ്. സ്തോത്രം. The kingdoms of this world have become the kingdoms of our Lord and of his Christ, and he shall reign forever and ever. Stotra. So the seventh seal instituted an half-an-hour calmness, silence in heaven. But here, the seventh trumpet, we see it initiates the joy at the inevitable resolution. സ്തോത്രം. ഏഴാമത്തെ കാഹളം ഏറെ സന്തോഷത്തിൻ്റെതായി നാം ഇവിടെ കാണുന്നു. സ്തോത്രം. ഏഴാമത്തെ കാഹളം. അവിടെ നാം കാണുന്നത് ലോകരാജ്യത്വം ക്രിസ്തുവിനായി തീരുന്നതാണ്. സങ്കീർത്തനം 2 നമ്മൾ കാണുന്ന പ്രവചനങ്ങളുടെ നിവൃത്തി സത്യത്തിൽ ഇവിടെ പൂർത്തിയാകുന്നില്ല, ആരംഭിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ നിമിഷം കൊണ്ടോ, ഒരു ദിവസം കൊണ്ടോ
ഇത് സംഭവിക്കുന്നില്ല. ഒരു നിമിഷമോ ഒരു ദിവസമോ കൊണ്ട് ഇത് സംഭവിക്കുന്നില്ല. ക്രിസ്തു രാജ്യത്വം ഏറ്റുകഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ പൂർത്തീകരണത്തിന് മുമ്പായി തന്നെ കർത്താവ് ചെയ്യുന്നത്, മാനുഷികമായ ഭരണകൂടങ്ങളെയും ഈ മാനുഷിക ഭരണകൂടങ്ങൾക്ക് പിൻപിൽ പ്രവർത്തിക്കുന്ന സാത്താന്യ ശക്തികളെയും നീക്കിക്കളയുക എന്നുള്ളതാണ്. Before Jesus installing his eternal kingdom, he first removes, dismantles the human governments and the evil power, the satanic power behind all these human governments. ഭൂമിയിലെ മുഴുവൻ സർക്കാരിൻ്റെ ഭരണപ്രക്രിയകൾക്ക് പുറകിലും നിയമനിർമ്മാണങ്ങൾക്ക് പുറകിലും ലോകത്തിലെ സകല സർക്കാരുകളുടെയും പ്രവർത്തന ശൈലികൾക്ക് പിറകിലും പ്രവർത്തിക്കുന്ന ഒരു സ്വാധീന ശക്തിയുണ്ട്. അത് പൈശാചികമാണ്. നിയമനിർമ്മാണങ്ങളിൽ അതുണ്ട്. വിദ്യാഭ്യാസ ക്രമീകരണങ്ങളിൽ അതുണ്ട്. ശാസ്ത്ര സാങ്കേതികതകളിൽ സാത്താന്യമായ വളരെ വലിയ സ്വാധീനമുണ്ട്. ചികിത്സാരംഗത്തുണ്ട്. ഇങ്ങനെ മുഴുവൻ മേഖലകളിലും ഇന്ന് ലോകത്തിൽ നാം കാണുന്നത്, അറ്റുവർക്കായിട്ടിരിക്കുന്നത്, വ്യാപരിക്കുന്നത് സാത്താന്യമായ ശക്തികളാണ്. അതുകൊണ്ട് പൗലോസ് ലീഹ എഫേസ്യർ 6 പറഞ്ഞത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെ നമുക്കറിയാമല്ലോ 4 കാര്യങ്ങൾ പറയുന്നത്, ഭാഷകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും. ഒന്നും കൂടി ഇല്ലേ? അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. അപ്പം സാത്താന്യ ശക്തികളുടെ പിൻബലത്തോടെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ഭരണം ഏറ്റെടുക്കുമ്പോൾ, ലോകാധിപത്യം ഏറ്റെടുക്കുമ്പോൾ ഇവയ്ക്ക് ആദ്യം മാറ്റം വരുത്തും. ലോകത്തിലും നമുക്കറിയാമല്ലോ, ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർ നാളെ ഭരണപക്ഷത്ത് വരുമ്പോൾ അവർ ഭരണം ഏറ്റെടുത്ത് ആദ്യം ചെയ്യുന്നത് കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന ചില കാര്യങ്ങളെ റദ്ദാക്കുക എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ബീഹാറിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. നേരത്തെ BJP-യുടെ കൂടെയും കോൺഗ്രസിന്റെ കൂടെയും ഒക്കെ നിന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞ ഒരു തന്ത്രജ്ഞനുണ്ട്. പേര് കിഷോർ സംതിങ് എന്നല്ലേ. അദ്ദേഹം ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു ഈ ദിവസങ്ങളിലാണ്. എന്നിട്ടൊരു പ്രഖ്യാപനം, ബീഹാറിലെ സ്ത്രീകളുടെ വോട്ട് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ഭരണത്തിലെത്തിയാൽ ആദ്യത്തെ 1 മണിക്കൂറിനകം തന്നെ മദ്യനിരോധന നിയമം നിർത്തലാക്കുമെന്ന്. പാർട്ടി രൂപീകരിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഭരണം കിട്ടിയാൽ അവർ ചെയ്യുന്നത് ഇപ്പോഴത്തെ സർക്കാർ ചെയ്തിട്ടുള്ള മദ്യനിരോധനം നിർത്തലാക്കും. പൊതുവെ ലോകഭരണത്തിലും അങ്ങനെയാണ്. ഒരു പാർട്ടി ഭരിച്ചു, അവർ തോറ്റു, അടുത്തയാൾ വരുമ്പോൾ കഴിഞ്ഞ സർക്കാർ ചെയ്ത പലതും റദ്ദാക്കും. ചിലപ്പോൾ ക്യാപിറ്റൽ പോലും മാറ്റിയെന്നിരിക്കും.
തലസ്ഥാനം പോലും മാറ്റി എന്നിരിക്കും. ഇവിടെ യേശുക്രിസ്തു ഭരണം ഏറ്റെടുക്കുമ്പോൾ ആദ്യപടിയായി ചെയ്യുന്നത് ഈ സഹസ്രാബ്ദങ്ങൾ, മില്ലേനിയംസ് ടുഗെദർ, കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളോളം ഭൂമിയെ, ലോകത്തെ കൈയടക്കി വെച്ചിരുന്ന സാത്താന്യ ശക്തികളെ മാറ്റും. അവയുടെ കീഴിൽ പാവകളായി ഭരണം നടത്തിയ മാനുഷിക ഭരണകൂടങ്ങളെയും നീക്കും. എന്നിട്ട് ദൈവത്തിൻ്റെ നിത്യരാജ്യത്വം നിവർത്തിക്കും. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള നെബൂഖദ്നേസറിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യം. ദാനിയേൽ 2:34-35, 44-45, 44-45 ഒന്നും കൂടെ വായിച്ചോളൂ ഈ സന്ദർഭത്തിൽ. ദാനിയേൽ 2:44-45. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. സ്തോത്രം. So this words or this prophecy is about to be fulfilled here in chapter 11, 15 following. ദാനിയേൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ പ്രവചനം 44-45 വാക്യങ്ങളിൽ നെബൂഖദ്നേസറിനോട് ദൈവം പറഞ്ഞ, ദൈവം സ്ഥാപിക്കുന്ന നിത്യരാജ്യത്വത്തിൻ്റെ തുടക്കമാണ് 11:15 നമ്മളിപ്പോൾ കാണുന്നത്. വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടാത്ത, കാലദൈർഘ്യം കൊണ്ട് മൂല്യശോഷണം സംഭവിക്കാത്ത, കാലദൈർഘ്യം കൊണ്ട് പിന്തുണ നഷ്ടപ്പെടാത്ത, ജനപിന്തുണ നഷ്ടപ്പെടാത്ത, മൂല്യശോഷണം ഉണ്ടാവാത്ത ഒരു ദൈവിക ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. സ്തോത്രം. സകല സൃഷ്ടികളും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു സന്തോഷ സമയമാണത്. Every creature or creation is eagerly waiting for that particular moment. സ്തോത്രം. അതാണ് സ്വർഗത്തിൽ ഒരു വലിയ ഘോഷം ഉണ്ടായത്. സ്തോത്രം. അത് നിത്യരാജ്യത്വമായിരിക്കും. വേറെ ആർക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. എന്നാൽ ഇത് ഒരൊറ്റ ദിവസം കൊണ്ടാണോ സംഭവിക്കുന്നത്? അല്ല. സ്തോത്രം. ഒരു ദിവസം കൊണ്ടല്ല. ഈ കാഹളം ഊതുന്ന ആ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ലിത്. ഇതിനും ഒരു കാലഘട്ടമുണ്ട്. അതാണ് നമ്മൾ 10-ാമത്തെ അധ്യായത്തിൽ വായിച്ചത്, നമ്മൾ പഠിച്ചത്. 7-ാമത്തെ കാഹളം ഊതുവാനുള്ള കാലത്തേക്ക് എന്ന്. സ്തോത്രം. അന്നേരവും നമ്മൾ ഈ വാക്യങ്ങൾ എടുത്ത് പഠിച്ചിരുന്നു. ഓർമ്മ കാണുമായിരിക്കുമല്ലോ. 10-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലാണ് നാം അത് കണ്ടിരുന്നത്. സ്തോത്രം. ഒന്നും കൂടെ ആ വാക്യം കൂടെ വായിച്ചോളൂ. 10:6. ഇനി കാലം ഉണ്ടാവുകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന്. സ്തോത്രം. ആ വാക്യം നമ്മൾ വ്യാഖ്യാനിച്ചപ്പോൾ ഈ ഭാഗങ്ങൾ എടുത്ത് ഉദ്ധരിച്ചിരുന്നല്ലോ. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനുള്ള നാദത്തിന്റെ കാലത്ത് അഥവാ സമയത്ത്, അല്ലെങ്കിൽ ഊതുവാനുള്ള ദിവസങ്ങളിൽ എന്ന് നാം കാണുന്നു. സ്തോത്രം. നാദത്തിന്റെ കാലത്ത്, ഡ്യൂറിങ് ദ ഡേയ്സ്
of the seventh trumpet. അതുപോലെ ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത മർമ്മം അതും എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. അതാണ് ഈ ഏഴാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്നത്. ഏഴാമത്തെ കാഹളനാദത്തിങ്കിൽ സംഭവിക്കുന്ന കാര്യം. സ്തോത്രം. ഈ ഘോഷം എവിടെയാണ് കേൾക്കുന്നത്? സ്വർഗത്തിൽ. സ്തോത്രം. സ്വർഗത്തില. എന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു. 24 മൂപ്പന്മാരെ നമ്മൾ 4-ാം അധ്യായത്തിൽ മുതൽ കാണുന്നുണ്ട്. 24 elders. We see them from chapter 4. 4-ാം വാക്യം മുതൽ 4-ാം അധ്യായം മുതൽ നാം അവരെ കാണുന്നുണ്ട്. 24 മൂപ്പന്മാരെ. അവർ കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞു. പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ, സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ വീണ് കിടന്ന് 24 മൂപ്പന്മാര് പറയുന്നു. എന്താ പറയുന്നത്? സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. So these 24 elders praising God the Father because of his almighty power and eternal kingdom or eternal rule. 24 മൂപ്പന്മാർ ദൈവത്തെ നമസ്കരിക്കുന്നത്, അതിന് കാരണം എന്താണ്? ദൈവത്തിൻ്റെ സർവശക്തിയും ദൈവത്തിൻ്റെ സർവാധിപത്യവുമാണ്. We also should acknowledge God's sovereign power and his eternal rule. നാമും അംഗീകരിക്കേണ്ടതാണ്, നാമും ഏറ്റുപറയേണ്ടതാണ്, ദൈവത്തെ സ്തുതിക്കേണ്ടതാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി. ദൈവത്തിൻ്റെ സർവശക്തിക്ക് വേണ്ടിയും, 2 ദൈവത്തിൻ്റെ നിത്യ രാജത്വത്തിന് വേണ്ടിയും, ദൈവത്തിൻ്റെ നിത്യ ആധിപത്യത്തിന് വേണ്ടി. ഇവ നിമിത്തം നാം ദൈവത്തിന് സ്തുതി കരേറ്റാറുണ്ടോ? Oh Lord, because of your eternal rule, eternal kingdom, because of your sovereignty, I praise you. I bow before you. സ്തോത്രം. എന്നിട്ട് പറയുന്നത്, ജാതികൾ കോപിച്ചു, ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. ഇസ്രായേലിനെതിരായി, ദൈവത്തിനെതിരായി, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനുമെതിരായി എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, അധിപതികൾ തമ്മിൽ ആലോചിക്കുന്നു. സ്തോത്രം. യഹോവയുടെയും യഹോവയുടെ അഭിഷിക്തനായ മശിഹായുടെയും നുകത്തിന്റെ കീഴിൽ നിന്ന് പൊട്ടിച്ചു മാറാൻ, കുതറി മാറാൻ, ദൈവത്തിൻ്റെ ഭരണത്തിന്റെ കീഴിൽ വിധേയപ്പെടാതെ കുതറി മാറാൻ വേണ്ടി
ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച ജാതികളുടെ സമൂഹത്തെ രണ്ടാം സങ്കീർത്തനക്കാരൻ പരിചയപ്പെടുത്തുന്നു. ജാതികൾ കലഹിക്കുന്നു. വഴക്കിടുന്നെന്നല്ല അവിടുത്തെ കലഹത്തിന്റെ അർത്ഥം, ആലോചന കഴിക്കുന്നു എന്നർത്ഥം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? സ്തോത്രം. ജാതികൾ കോപിച്ചു, ദൈവത്തിനെതിരായി കോപിച്ചു, ദൈവത്തിന്റെ അഭിഷിക്തനായ മശിഹയ്ക്കെതിരായി കോപിച്ചു. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 2 ദൈവം അയച്ച ദൈവത്തിന്റെ സാക്ഷികൾക്കെതിരായിട്ട് ജാതികൾ കോപിച്ചു. അത് ലോക ചരിത്രം മുഴുവനും പറയുന്നു. പക്ഷേ അവരുടെ കോപം കൊണ്ട് അവർക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ? ഇല്ല. അവരുടെ കോപം അവരുടെ തന്നെ നാശത്തിന് ആയതേ ഉള്ളൂ. Wrath of the Gentiles could not affect the power and the reign of our God. Instead, their wrath, the wrath of the Gentiles, caused their own destruction. That kindled the fire of wrath of God. അതാണ് നാം വായിക്കുന്നത്. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായമധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനും ഉള്ള കാലവും വന്നു. സ്തോത്രം. എന്താണ് ഈ ഒരു കാലം? 7-ാം കാഹളനാദത്തിന്റെ കാലം. എന്ത് കാലമാണത്? ദൈവക്രോധത്തിന്റെ കാലം. 2, ന്യായവിധിയുടെ കാലം. 3, ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്ന കാലം. 4, നാശകരെ നശിപ്പിക്കുന്ന കാലം. കിട്ടിയോ? 18-ാമത്തെ വാക്യമാണ് ഇതിനാധാരം. The days or the time of the 7th trumpet was a time of divine wrath against the wrath of the Gentiles. It was a time of judgment of God. ദൈവത്തിന്റെ ക്രോധത്തിന്റെ നാളുകൾ. 2, ന്യായവിധിയുടെ നാളുകൾ. Third, the days of rewarding for the saints. വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്ന കാലം. നാലാമത്, a time of destroying the destroyer. The time of destroying the destroyer. നാശകനെ സംഹരിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന കാലം. സ്തോത്രം. It's written destroyers.
You can read 18th verse. The nations raged, but your wrath came, and the time for the dead to be judged, and for rewarding your servants, the prophets and saints, and those who fear your name, both small and great, and for destroying the destroyers of the earth. Yeah. So who is that? What does that last mean? Destroying the destroyers of the earth. ഭൂമിയെ നശിപ്പിക്കുന്നവരെ. It's not only the devil. It is in plural. Destroyers. It includes the person, Satan, Antichrist, and their entire teams, including the Gentile kings who were ruling the earth, controlling the systems of this world by making laws. അപ്പോൾ ഇവിടെ നശിപ്പിക്കുന്നവരെ, ഭൂമിയെ നശിപ്പിക്കുന്നവരെ ബഹുവചനമാണ്. അതിനകത്ത് സാത്താനും ഉൾപ്പെടും, എതിർ ക്രിസ്തുവും ഉൾപ്പെടും, അവരുടെ മുഴുവൻ ടീം, സാത്താന്യ സംഘങ്ങൾ മുഴുവനും ഉൾപ്പെടും. അവരുടെ നിയന്ത്രണത്തിൽ ഈ ഭൂമിയെ കുട്ടിച്ചോറാക്കാൻ, എല്ലാവിധത്തിലും ഭൂമിയെ നശിപ്പിക്കുവാൻ സാത്താന്റെ കൈകളിൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യരും ഉൾപ്പെടും. പാപത്തിന് തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞവർ, നിയമനിർമ്മാണം നടത്തി ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരെ പ്രവർത്തിച്ചവർ, ഭരണാധിപന്മാർ, ഭരണകൂടങ്ങൾ എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്താം. അതുകൊണ്ടാണ് വചനത്തിൽ അവിടെ നാം അത് കാണുന്നത്. ഇത് മഹോദരവത്തിന്റെ അവസാനത്തിലാണോ അതോ 1000 ആണ്ടുകളുടെ അവസാനത്തിലാണോ? അതാ ഞാൻ പറഞ്ഞത്, 7ാമത്തെ കാഹളം ഊതുന്ന, നമ്മള് 10:6 വായിച്ചതുപോലെ 7ാം കാഹളനാദത്തിന്റെ കാലം ഒരു കാലഘട്ടമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഒരു ചെറിയ സമയം കൊണ്ട് തീരുന്നില്ല. മഹോപദ്രവം മുതൽ ഇത് നീണ്ടു കിടക്കുകയാണ്. ഇതിന്റെ പൂർത്തീകരണം വരുന്നത് കർത്താവിന്റെ നിത്യത ആരംഭിക്കുന്നതോടുകൂടെയുള്ളൂ. ഈ 15ാമത്തെ വാക്യത്തിൽ പറഞ്ഞ രാജ്യത്വം ക്രിസ്തുവിനും കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യം അല്ല. ക്രിസ്തു ആ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആധിപത്യത്തിന് കീഴിൽ സകല സൃഷ്ടികളുമാകുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശത്രുക്കളെ നീക്കിക്കളയുക എന്നുള്ളത്. ആ ശത്രുക്കളെ നീക്കുന്നതിൻ്റെ ആരംഭപടിയായിട്ടാണ്, അതിൻ്റെ നിയമപരമായ കാര്യമാണ് ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചത്. അതിൻ്റെ പ്രായോഗിക നടത്തിപ്പാണ് ഈ മഹോപദ്രവകാലം മുതൽ തുടങ്ങി 20ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ മരണത്തോടുകൂടെ, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട് കളയുന്നത് വരെയുള്ള ആ സമയത്താണ് അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത്. മനസ്സിലായോ? ഇത് ഒരു ദീർഘമായ കാലഘട്ടമാണ്. ക്രിസ്തു ഭരണം ഏറ്റെടുക്കുന്ന കാലഘട്ടം. അത് ഒരു ദിവസം കൊണ്ടല്ല സംഭവിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ വയ്യേ എന്ന് ചോദിച്ചാൽ അതിന് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ നിവർത്തിക്കാൻ സമയമെടുക്കും. അതിൻ്റെ ആദ്യ പടിയായിരുന്നു
ക്രൂശിൽ യേശു ക്രിസ്തു നിയമപരമായി വീണ്ടെടുപ്പ് സാധിപ്പിച്ചത്, പാപത്തിന് പ്രായശ്ചിത്തം വരുത്തിയത്, സാത്താനെ തോൽപ്പിച്ചത്, മരണാധികാരിയായിരുന്ന പിശാചിനെ തൻ്റെ മരണത്താലെ നീക്കി എന്ന് നമ്മൾ എബ്രായർ 2:14-15 വായിക്കുന്നത്. 1 യോഹന്നാൻ 3:8 വായിക്കുന്നത് പോലെ സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അതെല്ലാം ചെയ്തത് നിയമപരമായി ക്രിസ്തു ഇതെല്ലാം നിവർത്തിച്ചത് ക്രൂശിലാണ്. ക്രൂശിലെ യേശു ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും ഉയർപ്പോടും കൂടെ നിയമപരമായ വീണ്ടെടുപ്പ് യേശു സാധിപ്പിച്ചു. പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി, പരിഹാരം വരുത്തി, സാത്താനെ തോൽപ്പിച്ചു, നിയമപരമായി എല്ലാം ചെയ്തു. ലീഗൽ ഫുൾഫിൽമെന്റ് ഓഫ് ദ റിഡംഷൻ happened on the cross when Jesus offered himself as a ransom and an atonement of our sins. And by his death, when he conquered the devil, then when he resurrected by giving us hope and righteousness, done on the cross, it is a done deal. It's a finished work on the cross. അതുകൊണ്ടാണ് ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടതെന്ന് നമ്മൾ വിശ്വസിക്കുന്നതും ഏറ്റുപറയുന്നതും. അതിലൊന്നും ചെയ്യാൻ ബാക്കിയില്ല. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. അതെല്ലാം ക്രൂശിൽ ക്രിസ്തു നിവർത്തിച്ചു കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ നടത്തിപ്പ്, ഇംപ്ലിമെന്റേഷൻ ആരംഭിക്കുന്നത് സഭയുടെ എടുക്കപ്പെടലിന് ശേഷം. നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ കണ്ടതുപോലെ വീണ്ടെടുപ്പിന്റെ ആ പുസ്തകം വാങ്ങുന്നതിലൂടെയാണ്. മഹാപീഡനത്തിൽ അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ തുടങ്ങുകയാണ്. ആ ഇംപ്ലിമെന്റേഷനിൽ, അതിൻ്റെ നടത്തിപ്പിലെ ഒരു പ്രധാന ഘടകം റിമൂവൽ ഓഫ് ദ enemies, not only one enemy but a bunch of enemies. ക്രൂശിൽ തോൽപ്പിച്ച ശത്രുക്കളെ നീക്കിക്കളയുന്നതിലൂടെയാണ് ക്രൂശിൽ കർത്താവ് നിവർത്തിച്ച വീണ്ടെടുപ്പ് പ്രായോഗികമായി പൂർത്തിയാകുന്നത്. അതിന് ഒരു കാലദൈർഘ്യം വേണം. ആ കാലദൈർഘ്യത്തിന്റെ തുടക്കമാണ് മഹാപീഡനകാലം. എടുത്തു പറഞ്ഞാൽ അതിൻ്റെ 2-ാം പകുതി, അവിടെ അതിൻ്റെ തുടക്കമാണ്. ആ 3.5 കൊല്ലം കൊണ്ട് ഏകദേശമൊക്കെ കാര്യങ്ങൾ നിവർത്തിക്കും. എങ്കിലും പൂർണ്ണമാകുന്നത് എപ്പോഴേ ഉള്ളൂ? വെള്ളസിംഹാസനത്തിന് ശേഷം, എന്ന് വെച്ചാൽ നിത്യതയുടെ ആരംഭത്തിൽ, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോയ ശേഷം. അതാണ് പറഞ്ഞത്, ശത്രുക്കളെ നീക്കം ചെയ്യുക. അങ്ങനെയുള്ള ശത്രുക്കൾ, അതിലേറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് മരണം. അത് വെള്ളസിംഹാസന ന്യായവിധിയുടെ ഒടുവിലാണ് സംഭവിക്കുന്നത്. വെളിപ്പാട് 20:14-15. അതിന്റെ വിശദീകരണം ഒറ്റ വാക്യത്തിൽ പൗലോസ് തരുന്നതാണ്. 1 കൊരിന്ത്യർ 15:26. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. വെളിപ്പാട് 20:14-15 നാം കാണുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പുകയിൽ തള്ളിയിട്ടു. അവിടം കൊണ്ടാണ് മരണം മരിക്കുന്നത്. ഇത് ഈ പ്രായോഗികതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം പോരാ, ഒരു കാലദൈർഘ്യം വേണം.
ആ റിമൂവൽ ഓഫ് ദ എനിമി പെർമനന്റ്ലി. ഇപ്പോൾ ഡിഫീറ്റ് ഓഫ് ദ എനിമി ഈസ് ഡൺ, or Jesus has conquered the enemy, but he is not removed. For that there is time. സാത്താനെ അല്ലെങ്കിൽ ശത്രുക്കളെ കർത്താവ് ക്രൂശിൽ തോൽപ്പിച്ചു. സ്തോത്രം. എന്നാൽ നീക്കിക്കളഞ്ഞിട്ടില്ല. തോൽപ്പിച്ചിങ്ങനെ വിട്ടിരിക്കുക. അതിന് കാരണവും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ദൈവം സാത്താനോടുപോലും നീതിമാനാണ്. അതുപോലെ തന്നെ സാത്താനെ കൊണ്ട് അല്ലെങ്കിൽ പാപത്തെ കൊണ്ട് അല്ലെങ്കിൽ സാത്താന്റെയും പാപത്തിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തിനൊരു ഭീഷണിയുമില്ല. അതുകൊണ്ട് അവയ്ക്കൊക്കെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ സർവജ്ഞാനത്തിലും സർവാധികാരത്തിലും സമയം കൊടുത്തിരിക്കുക. അത് നിത്യതയിൽ നമ്മുടെ ദൈവത്തിന് മഹത്വം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ആ കാര്യങ്ങളുടെ അന്തിമ നടപടിക്രമങ്ങളാണ് ഇവിടെ 7-ാം കാഹളത്തോടിന്റെ ധ്വനിയോടുകൂടെ ആരംഭിക്കുന്നത്. ഈവൻ 1000 ആണ്ട് വാഴ്ചക്കാലത്തു പോലും സാത്താനെ 1000 ആണ്ടേക്ക് ബന്ധിക്കുന്നതേ ഉള്ളൂ, നീക്കം ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അല്പകാലത്തേക്ക് അവനെ തുറന്നു വിടും. അപ്പോഴും അവൻ കർത്താവിനെതിരായിട്ട് ഒരു വലിയ സമൂഹത്തെ വിളിച്ചു കൂട്ടും. അതിനെയാണ് നമ്മൾ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് വിളിക്കുന്നത്. നമ്മളല്ല, ബൈബിൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. എന്നാൽ അതിന്റെ തുടക്കത്തിൽ തന്നെ സ്വർഗത്തിൽ ഈ മഹാഘോഷം, ക്രൈസ്റ്റ് ഓഫ് അവർ ലോർഡ് റെയിൻസ്. ഇലക്ഷൻ ജയിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ പാർട്ടികൾ ഭയങ്കര ആഘോഷമല്ലേ. സർക്കാർ രൂപീകരിക്കുന്നതിന് പിന്നെയും സമയമുണ്ട്. ഇലക്ഷൻ ജയിക്കുമ്പോഴും സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഒരുപക്ഷെ തോറ്റ പാർട്ടികളാകാം, പഴയ ഗവൺമെന്റുകാരാകാം. അപ്പൊ ഇലക്ഷൻ ജയിച്ചു, പക്ഷേ അതിൻ്റെ നടത്തിപ്പ് പ്രായോഗികത വന്നിട്ടില്ല. അതിന് കുറച്ച് സമയങ്ങൾ കൂടെ വേണം. അതുപോലെയാണ് ഇവിടെ പ്രപഞ്ചത്തിന്റെ വിഷയമാകുമ്പോൾ അതിൻ്റെ വീണ്ടെടുപ്പിന്, അതിൻ്റെ വിമോചനത്തിന് ദൈവം വച്ചിരിക്കുന്ന വഴികൾ വ്യത്യസ്തമാണ്. അതിന് ഇത്രയും സമയം എടുക്കും. എന്നാൽ പ്രവാചകൻ പറയുന്നത് പോലെ, നമ്മൾ പാട്ട് പാടുന്നത് പോലെ, നടത്തും താൻ വിധി ജയം ലഭിക്കും നാൾ വരെയും തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം. ഇതൊരു നീണ്ട വർഷങ്ങളുടെ പ്രക്രിയ ആണെങ്കിലൂടെ ഇടയ്ക്ക് വെച്ച് പരിപാടി നിർത്തിപ്പോകുകയില്ല. നീതി ഭൂമിയിൽ സ്ഥാപിക്കുന്നതുവരെ തളരാതെ അവൻ, സ്തോത്രം, പ്രവർത്തന നിരതനായിരിക്കും. സ്തോത്രം. ഇതാണ് 7-ാം കാഹളത്തിന്റെ രത്നച്ചുരുക്കം, the very summary of the 7th trumpet.
ഇത്രയും വ്യക്തമാണോ? Yeah, thank you. ഓക്കെ അച്ഛൻ. അങ്ങനെയെങ്കിൽ നമുക്കും സ്വർഗത്തോടൊപ്പം സന്തോഷിക്കുവാൻ വകയുണ്ട്. സ്തോത്രം. അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ നമ്മളായിരിക്കും. കർത്താവിനോട് കൂടെ നാമും രാജാക്കന്മാരായി വാഴും. സ്തോത്രം. നമ്മെ ആ വലിയ പ്രത്യാശയ്ക്കായിട്ട് ഒരുക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് നോക്കാം. കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി തൻ്റെ വരവിനായിട്ട് ഒരുക്കി നടത്തുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.